ഹലോ ഗായ്സ്, ഞങ്ങൾ രാവിലെ 4 മണിക്ക് എത്തി. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. ഞങ്ങൾക്ക് 12 മണിക്കാണ് ചെക്ക് ഇൻ ടൈം. പക്ഷേ ആ വന്ന ഗൈഡ് ഞങ്ങൾക്ക് നേരത്തെ റൂം എടുത്ത് തന്നു. അപ്പോൾ ഓൾമോസ്റ്റ് കിടന്ന് ഉറങ്ങിയപ്പം തന്നെ രാവിലെ എണ്ണീറ്റപ്പോൾ 11 മണിയായി. അപ്പോൾ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. അപ്പം പുള്ളിക്കാരൻ ഞങ്ങളെ വേറൊരു കേരള റെസ്റ്റോറൻറ്റിലോട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഫുഡ് കഴിക്കാനായിട്ട്. ഇതാണ് ഞങ്ങളുടെ കൈ, സൂപ്പർ സ്റ്റാർ ഓഫ് ദുബായ്, നജീമിക്ക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് റൂമിൽ വന്നിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഡെസേർട്ട് റൈഡിന് വേണ്ടിയിട്ട് വണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വണ്ടി മാറി പുതിയ പ്രാഡോ ക്കകത്ത് ഞങ്ങൾ ഡെസേർട്ട് റൈഡിന് 2 ദിവസം അയാളെന്ന് പറഞ്ഞു. ഇക്ബാലിക്കയാണ് എൻ്റെ വണ്ടിയാണിത്. 2 ദിവസം അയാൾ ഈ വണ്ടി എടുത്തിട്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനൊരു ഭാഗ്യം കിട്ടി. ആ പുതിയ വണ്ടിക്കകത്ത് ഡെസേർട്ട് റൈഡിന് പോകാം. 2 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ബേസ് ക്യാമ്പിലെത്തി. ഹർദേവ് ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി, അപ്പോഴേ കിടന്നുറങ്ങി. അപ്പോൾ ഇവിടെ അത്യാവശ്യം ക്യാമൽ റൈഡും മറ്റേ 4 വീൽ ഡ്രൈവും ആ സ്കൂട്ടറിലുള്ള ആ സാൻഡ് ഡൂമിൻ്റെ അകത്തൊക്കെ ഇത് നമുക്ക് ഈകൾ നമ്മുടെ കയ്യിലോട്ട് വെക്കാൻ തരും. അങ്ങനെ അത് വെച്ചു. ഞാൻ ഓർക്കുന്നില്ല എത്രയാണ് പൈസ കൊടുത്തതെന്ന്. എനിക്ക് തോന്നുന്നു 10-20 ഗ്രാംസാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ 500. ഈ 4 വീൽ ഡ്രൈവ് എടുത്ത് ആദ്യം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറേ പാടുപെട്ട്. പക്ഷെ പയ്യെ ആ വണ്ടി ഓടിച്ചപ്പോൾ യൂസ്ഡായി. മാക്സിമം അരമണിക്കൂറേ ഇത് വണ്ടി ഓടിക്കാൻ തരൂ. പിന്നെ എവിടെ ചെന്നാലും ബാർഗെയിനിങ് ആണ്. അവർ എഴുതി വെച്ചേക്കുന്ന പ്രൈസല്ല നമ്മൾ കൊടുത്തിട്ട് വാങ്ങിക്കേണ്ടത്. നമ്മൾ ഇച്ചിരി ബാർഗെയിൻ ചെയ്യുക. 400-450 ദിറംസൊക്കെ എഴുതി വയ്ക്കുകയും അവിടെ ചെന്ന് നമ്മൾ സംസാരിച്ചാൽ എങ്ങനെ പോയാലും 200-250 ദിറംസ് വരും. അത് പിന്നെ നമ്മൾ ഇക്ബാലിക്ക പറഞ്ഞു ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് വാങ്ങിച്ചു തന്നു. കുറേ നേരം റെസ്റ്റ് എടുത്തു. ഏകദേശം റൈഡ് തുടങ്ങി. ഡെസേർട്ട് റൈഡ് അടിപൊളിയായിരുന്നു കേട്ടാ. പിള്ളേരെല്ലാം എൻജോയ് ചെയ്തു. ചെന്ന് കയറി വന്ന ഇവർ വണ്ടിക്കകത്ത് ഒരു അറബി പാട്ട് വിടും. അതും ഈ വണ്ടിയുടെ ചാട്ടവും കൂടെ ആകുമ്പോൾ എടുക്കാച്ചി കേട്ടാ. അടിപൊളി, ശരിക്കും നല്ല എൻജോയ് ചെയ്ത്. ഈ റൈഡിന് പോകുമ്പോൾ ഇവർ കാറ്റിലെ എയർ ഒന്ന് കുറച്ചിടും വണ്ടിക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വണ്ടി 4 വീൽ ഡ്രൈവാ. ഒരു രീതിയിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് സേഫ്റ്റി ആയത്. ഇവർ കുറേ ടൂർ ഓപ്പറേറ്റ്സ് ഇങ്ങനെ കണ്ടമാനം ദുബായിൽ ഒരുപാട് ഡെസേർട്ട്സ് ഉണ്ട്. ഇവർ ഈ ഓരോ ഡെസേർട്ടും ഇവർ ലീസിനെടുത്തിട്ട് കുറേ ടൂർ ഓപ്പറേറ്റേഴ്സ് അവിടെ ആ സാൻഡിൽ മാത്രം ഇട്ട് ഓട്ടിക്കും. അപ്പം ഈ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞ്, ഇക്ബാൽ ചേട്ടൻ പറഞ്ഞ് ഈ മണ്ണാണ് ഏറ്റവും നല്ല മണ്ണ്, ഈ സൈഡിലാണ്. ഞങ്ങൾ നല്ല എമൗണ്ട് കൊടുത്താണ് ഇത് ലീസിനെടുത്ത് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഏത് ഡെസേർട്ട് റൈഡിന് പോയാലും ഇവർ പറഞ്ഞു വെച്ചേക്കുന്ന എമൗണ്ട് അല്ല, നമ്മൾ കുറച്ചും കൂടെ ബാർഗെയിൻ ചെയ്ത് കുറച്ച് വാങ്ങിക്കണം. നമ്മൾ ഇന്ത്യയിൽ കണക്ക് തന്നെ പറയുന്നൊരു വില, വാങ്ങിക്കുന്നൊരു വില. ഈ ഡെസേർട്ട് റൈഡിൻ്റെ കൂടെയാണ് ഫുൾ പാക്കേജ്. അതായത് ഡിന്നറ്, ക്യാമൽ റൈഡ്, ഫയർ ഷോ, ബെല്ലി ഡാൻസ്. അതായത് നമ്മൾ ആ സ്കൂട്ടർ റൈഡ് ഒഴിച്ച്, സ്കൂട്ടറും ആ 4 വീലിൻ്റെ ചെറിയ ആ സ്കൂട്ടർ റൈഡ് ഒഴിച്ച്. അയ്യോ, 2-3 പ്രാവശ്യം എൻ്റെ ക്യാമറ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയി. അത്രയ്ക്കും ബമ്പി റൈഡായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടാ. ഇറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ്. ഹർദേവ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര മൂഡ് ഓഫ് ആയിപ്പോയി. കാര്യം വേറൊന്നുമില്ല, ബാക്കിലുള്ളവർക്ക് അത്ര ത്രില്ല് കിട്ടുമോയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ത്രില്ലുള്ളത്. ഇവനിങ്ങനെ എപ്പോഴും പ്ലാസ്റ്റിക് കവർ, പ്ലാസ്റ്റിക് ബാഗൊക്കെ എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. കാര്യം അഥവാ വൊമിറ്റിംഗ് ടെൻറ്റേഷൻ ഉണ്ടെങ്കിൽ വണ്ടിയിൽ വൊമിറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ കുറേ നേരം പിക്ചേഴ്സ് എടുത്ത് കുറേ നേരം അവിടെ ഇരുന്നു. ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം. നമ്മുടെ ബീച്ച് കണക്കല്ല കേട്ടോ, ഇതിന് പ്രത്യേക ഒരു മണ്ണായത്. പിന്നെ എല്ലാം ഭയങ്കര വൃത്തിയാണ്. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റത്തില്ല നമുക്ക്. കുറേ പിക്ചേഴ്സ് എടുത്ത്
ഹർജിത്തൊന്നും ആ മണ്ണിൽ നിന്ന് എണ്ണീറ്റ് വരുന്നില്ല. അസ്ലമോളും ഭയങ്കര കളിയായിരുന്നു. ഹർദേവിൻ്റെ മൂഡ് ഓഫും മാറിക്കിട്ടി. തിരിച്ച് കുറേ നേരവും കൂടെ ആ ഡെസേർട്ടിൻ്റെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് ബേസ് ക്യാമ്പിലോട്ട് പോകാനായിട്ട് വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി. 6 മണിയെല്ലാം ആയിക്കാണ് കേട്ടാ. അടിപൊളി വ്യൂ. ഞങ്ങൾ ക്യാമ്പിലോട്ട് വന്ന് ഇവിടെ 2 കാറ്റഗറി ഉണ്ട്. പ്രീമിയം കാറ്റഗറിയും നോർമൽ കാറ്റഗറി. നമ്മൾ നോർമൽ കാറ്റഗറി എടുത്തത്. പ്രീമിയം കാറ്റഗറി ആകുമ്പോൾ ഫുഡിന് കുറച്ചും കൂടെ വെറൈറ്റിയും ബുഫേ മോഡലെന്ന് അവർ വന്ന് നമുക്ക് സെർവ് ചെയ്ത് തരും. നോർമൽ കാറ്റഗറി ഇത് മെഹന്തി എല്ലാം കോംപ്ലിമെൻ്ററിയാണ്. അപ്പോൾ ഇത് അസ്ലമോളുടെ കൈ. ഞങ്ങൾ പോയത് ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു. ഇത് നോർമൽ റഷ് ആയിരുന്നു. ഇതാ ഫയർ ഡാൻസ് ബെല്ലി ഡാൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഡാൻസ് കാണാനായിട്ട് നിന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് ടയർഡായിപ്പോയി. ലാസ്റ്റ് കുറേ ഫയർ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഡിന്നറും കഴിച്ചിട്ട് അപ്പോഴേ പാക്ക് ചെയ്ത്. കാര്യം നെക്സ്റ്റ് ഡേ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് റൂമിലോട്ട് ആ പോകുന്ന വഴിക്കാണ് ബാലിച്ചേട്ടൻ പറഞ്ഞത് അതൊരു പാലസാണ്.
പറഞ്ഞത് ലിഗോലാൻഡ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ പിള്ളേർക്കൊക്കെ യൂട്യൂബിൽ കണ്ട് ലിഗോലാൻഡിൽ പോകണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ നെക്സ്റ്റ് ഡേ ലിഗോലാൻഡിന് വേണ്ടിയിട്ട് നമ്മളങ്ങ് പ്ലാൻ ചെയ്തു. ഓക്കെ ഗായ്സ്, കീപ് ഫോളോയിങ് മീ ഫോർ ദ ഡേ സെക്കൻഡ്. ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.